ഈ സൈക്കിൾ ടൂർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ നേരെ വന്നിരുന്ന ചില സജഷൻസ്, ചോദ്യം അല്ലെങ്കിൽ എന്നെ നിർത്തിക്കളയാം അല്ലെങ്കിൽ പോണ്ടെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആളുകൾ ഇത് നന്നാവണം എന്നുള്ള നിലയ്ക്ക് ചോദിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ, സേഫ്റ്റിയെക്കുറിച്ചും. സോളോ ട്രിപ്പാണ് സാധാരണ ഈ ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സപ്പോർട്ട് വെഹിക്കിൾ ആൾക്കാർ ഓപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കൂടെ തന്നെ ഒരു ടീം ഉണ്ടാവും, മെഡിക്കൽ കെയർ കൊടുക്കാനും റിപ്പയർ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ. ഞാനിതൊന്നും ഇല്ലാതെ എല്ലാം എൻ്റെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ യാത്ര നടത്തിയത്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞിരുന്നത് എൻ്റെ ആദ്യത്തെ വിദേശയാത്രയുടെ അനുഭവമായിരുന്നു. ഞാൻ ബൾഗേറിയയിലാണ് അന്ന് ചെന്ന് ഇറങ്ങിയത്. എനിക്ക് ആദ്യം ചലഞ്ച് വന്നിരുന്നത് ഭാഷ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു റഷ്യനാണ് അവർ കൂടുതലും ഉപയോഗിക്കുന്ന ഭാഷ, ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് ഇല്ല. ഭാഷ അറിയില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ബാക്കി എന്ത് എക്വിപ്മെൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പം ഹാൻഡിക്യാപ്റ്റ് ആവും എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായിരുന്നു. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണിച്ചപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം എയർപോർട്ടിൽ നിന്ന് അവരെനിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ തരാൻ കുറച്ച് വൈകി. ഞാനന്ന് ശരിക്കും പേടിച്ച് പറിച്ചിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. അവരെന്നെ തിരിച്ചു വേണമെങ്കിൽ അവർക്ക് ഡീപ്പോർട്ട് ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പം എനിക്കെന്നാൽ ഭാഷ കുറച്ചും കൂടി നന്നായി അറിഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. ഇവൻച്വലി അത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുവെങ്കിലും ആ ഒരു 10-15 മിനിറ്റ് ഞാൻ ശരിക്കും പെട്ടുപോയിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരുമോ, എൻ്റെ യാത്ര ബ്ലോക്ക് ആവുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്കലി ഉള്ള ഡേഞ്ചറിൻ്റെ കൂടെ നമ്മൾ കൾച്ചറലി അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള ലിമിറ്റേഷൻസ് ഒഴിവാക്കാൻ എപ്പോഴും യാത്രയിൽ കരുതിയിരിക്കണം. ഇപ്പോൾ പുതിയൊരു ഭാഷ പഠിച്ചിട്ട് ആ സ്ഥലത്തേക്ക് പോക്കൊന്നും നടക്കുന്നുണ്ടാവില്ല. ബട്ട് ബേസിക് ചില വാക്കുകൾ പഠിക്കുന്നതും ആ ഭാഷയെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഇംഗ്ലീഷ് കൊണ്ട് മാത്രം നമുക്ക് എല്ലാ സ്ഥലത്തും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പാഠം എനിക്ക് അന്ന് കിട്ടിയിരുന്നു. പിന്നെ ഫിസിക്കൽ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ അന്ന് ബൾഗേറിയയിലുള്ള സ്ട്രീറ്റ്സൊക്കെ, നമ്മൾ ഒരു യൂറോപ്യൻ രാജ്യം, ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുമ്പോൾ ഇത് സേഫാണ് എന്നുള്ളൊരു പൊതുധാരണയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടുത്തെ തെരുവുകളിൽ ആളുകൾ നടക്കുന്നതും അവർ ഐ കോണ്ടാക്റ്റ് ഓൾമോസ്റ്റ് സീറോ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഏകാന്തതയാണ് ഫീൽ ചെയ്യുക. നമ്മളിവിടെ ആളുകൾ വെറുതെ ചിരിക്കും, അവിടെ ചിരിക്കുന്നില്ല. പരസ്പരമുള്ള കണക്റ്റ് ഓൾമോസ്റ്റ് സീറോ ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. അത് അൺസേഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചില ആളുകൾ നമ്മളെ വളരെ സസ്പീഷ്യസ് ആയിട്ട്, ഓഫ് കോഴ്സ് നമ്മളെ കണ്ടാലേ അറിയാം അവിടുത്തെ ആളല്ല എന്നുള്ളത്. അപ്പം ഉള്ള തുറച്ചു നോട്ടങ്ങളും ഒരു സ്ത്രീ എന്നുള്ള ഒരു ആ ഒരു ആംഗിളിലുള്ള നോട്ടങ്ങളും ഒക്കെ എനിക്ക് അവിടെയും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എക്വിപ്ഡ് ആണെങ്കിൽ ഏത് സ്ഥലത്തും സേഫ്റ്റി അൺസേഫ്റ്റിയൊക്കെ കുറച്ചൊക്കെ നമ്മളുടെ കൺട്രോളിലും കൂടിയാണ്. നമുക്ക് പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് നിൽക്കാമെന്നാണ് എൻ്റെ ഒരു അനുഭവം. നേരെ മറിച്ച് ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ആരെയും എനിക്ക് പരിചയമില്ല, എല്ലാം പുതിയ മുഖങ്ങളാണ്. എനിക്ക് ഓവർ ദ ഫോൺ എനിക്ക് സപ്പോർട്ടുണ്ട്, ഫ്രണ്ട്സ് വീട്ടിലുണ്ട് എന്നുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയണ്ടേ, ഒരു ടൈറ്റ് റോപ്പ് വാക്ക് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വളരെ പ്ലസൻ്റ് ആയിരുന്നു. എല്ലാവരും എന്നെ എൻ്റെ യാത്ര കംപ്ലീറ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തോടെയും അതിനുള്ള വിശ്വാസമൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു യാത്ര ഉണ്ടായിരുന്നത്. പൊതുവിൽ ടൂറിസത്തിൽ ഇൻ്റർനാഷണൽ ലാൻഡ്സ്കേപ്പിൽ ഇന്ത്യ സേഫ് അല്ല എന്നിങ്ങനെ ആൾക്കാർ കരയുന്നത് കാണാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ നമ്മളുടെ സമയവും സാഹചര്യവും അത്യാവശ്യമൊക്കെ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ലോറി ഡ്രൈവേഴ്സാണ് ഓൺ ദ റോഡ് എന്നോട് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ആയി ബിഹേവ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. കാരണം സൈക്കിളിൽ യാത്ര ചെയ്യുമ്പം ലോറി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റടിച്ചാൽ തന്നെ മതി നമ്മൾ മറിഞ്ഞു കെട്ടി വീഴാൻ. പക്ഷേ ഹൈവേയിലുള്ള ട്രക്ക് ഡ്രൈവേഴ്സ് ഒരാൾ പോലും ഒരു റാഷ് ഡ്രൈവിങ് എപ്പിസോഡ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അവർ വളരെ കെയർഫുള്ളായിട്ട് എൻ്റെ അടുത്ത് നിന്ന് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് പാലിച്ചിട്ടാണ് യാത്ര ചെയ്തത്. ഞാൻ പറയുന്നത് ചെറിയ ലോറികളല്ല, വലിയ വലിയ കണ്ടെയ്നർ ട്രക്സിൻ്റെ കാര്യമാണ്, ട്രെയിലേഴ്സുള്ള വെഹിക്കിൾസിൻ്റെ കാര്യമാണ്. സോ അത്യാവശ്യം നല്ല ഹോംവർക്കും പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എവിടെ വേണേലും യാത്ര ചെയ്യാമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. പിന്നെ അതിൽ കടന്നൊരു അഡ്വഞ്ചറിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ
അതിനനുസരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുക തന്നെ വേണം. അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആക്സിഡൻസ് സംഭവിക്കും. അതിപ്പോൾ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് ലൈഫിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിപ്പം വീട്ടിലിരുന്നു കഴിഞ്ഞാലും ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ.